സംസ്കൃതം ഭാരതത്തിന് മുന്നിൽ വിശാലമായ വാതായനം തുറന്നിട്ടിരിക്കുകയാണെന്ന് സംസ്കൃത ഭാരതി ദക്ഷിണ ഭാരത മഹാവിദ്യാലയ ഛാത്ര പ്രമുഖ് ഡോക്ടർ കെ.എൻ. പത്മകുമാർ. അധ്യാപനം എന്നതിനപ്പുറം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സംസ്കൃത ഭാഷയ്ക്ക് പലതും ചെയ്യാൻ സാധിക്കും. രാജ്യത്ത് സംസ്കൃത ഭാഷയുടെ പ്രചാരം വർദ്ധിച്ചു വരുന്നതായും പത്മകുമാർ ജനം ടിവിയോട് പറഞ്ഞു. സംസ്കൃത വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യുവ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു പത്മകുമാർ. രാജ്യത്ത് സംസ്കൃത സപ്താഹ ആഘോഷം നടന്നു വരികയാണ്. കേരളത്തിലും വിവിധ ജില്ലകളിലും സംസ്കൃത സപ്താഹ ആഘോഷങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സംസ്കൃത ഭാരതിയുടെ ദക്ഷിണ ഭാരത വിദ്യാർത്ഥി പ്രമുഖ് ഡോക്ടർ കെ.എൻ. പത്മകുമാറാണ്. അദ്ദേഹം സംസ്കൃത ഭാരതിയുടെ പൂർണ്ണസമയ പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ നിരവധി മേഖലകൾ, ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. വിദേശത്തും അമേരിക്കയിലടക്കം സംസ്കൃത പ്രചാരണവുമായി ബന്ധപ്പെട്ടെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തോട് സംസ്കൃതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വലിയ രീതിയിലൊരു പ്രചാരമൊക്കെ ഇപ്പോൾ സംസ്കൃതത്തിന് ലഭിക്കുന്ന സാഹചര്യമാണ്. അങ്ങേക്ക് കേരളത്തിന് പുറത്തും അടക്കം പ്രവർത്തിച്ചൊരു പരിചയമുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അനുകൂല സാഹചര്യം എങ്ങനെ ഈ സംസ്കൃതവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ? സംസ്കൃത ഭാഷയെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് നമ്മളുടെ ഗവൺമെൻറ് പക്ഷത്തു നിന്നായാലും കേന്ദ്ര ഗവൺമെൻറ് പക്ഷത്തു നിന്ന് പ്രത്യേകിച്ചും എല്ലാവിധ ആനുകൂല്യങ്ങളും സംസ്കൃതത്തിന് വേണ്ടി കിട്ടുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മളുടെ എല്ലാ രാജ്യങ്ങളിലും സംസ്കൃത വിഷയത്തിൽ, അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും എല്ലായിടത്തും സംസ്കൃത ഭാരതിയുടെ വർക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കോളേജുകളിലെ കുട്ടികൾ സംസ്കൃതം പഠിക്കുന്നു. അതുകൂടാതെ എല്ലാവരും സംസ്കൃതം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതായത് സാമാന്യ ജനങ്ങൾ വരെ. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മളുടെ ഡൽഹിയിൽ വെച്ചിട്ട് 1008 ശിബിരങ്ങൾ നടന്നു. നമ്മളുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം വളരെ 30,000-40,000 പേരോളം ആ പരിപാടിയിൽ പങ്കെടുത്തു. വളരെ നന്നായിട്ട് സംസ്കൃതത്തിന് എത്ര അനുകൂലമാണ് ഈ കാലമെന്ന് അദ്ദേഹം വളരെ വിവരിച്ച് പറയുകയുണ്ടായി. ഒരു കാലത്ത് സംസ്കൃതം പഠിക്കുന്നവർ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് സംസ്കൃതം സംസാരിക്കുന്നവരുടെ എണ്ണം തന്നെ വലിയ ഒരു സംഖ്യ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. ഞാൻ പഠിക്കുന്ന കാലത്ത് സംസ്കൃതത്തിൽ സംസാരിക്കുന്നവർ വിരലിലെണ്ണാവുന്ന ആൾക്കാരായിരുന്നു. സംസ്കൃതം പഠിക്കുന്ന കുട്ടികളും കുറവായിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിൽ മാത്രം നമ്മൾ നോക്കിയാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ സത്യം പറയുകയാണെങ്കിൽ വളരെ സരളമായിട്ട് സംസ്കൃതത്തിൽ സംസാരിക്കും. നമ്മൾ ഈ സംസ്കൃതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കുമ്പോൾ തന്നെ ഇതിനൊരു ജോലി സാധ്യത കൂടി ആളുകൾ നോക്കുന്നുണ്ട്. കാരണം ജോലി സാധ്യതകൾ കണ്ടുകൊണ്ടാണ് ഈ സംസ്കൃതം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനൊരു സാധ്യതകൾ ഈ ആധുനിക കാലത്ത്, കാരണം മുമ്പൊക്കെ നമ്മൾ ടീച്ചിങ് ആയിരുന്നു പറയുന്നെങ്കിൽ പോലും ഇന്ന് അതിന് മാറിക്കൊണ്ട് ഈ ആധുനിക കാലത്ത് എന്തൊക്കെ സാധ്യതകളാണ് സംസ്കൃതം തുറന്നു കൊടുക്കുന്നത്? സംസ്കൃതം പഠിക്കുകയാണെങ്കിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു ധാരണ തന്നെ തെറ്റാണ് ശരിക്കും. ഇപ്പോൾ എൻ്റെ കൂടെ സംസ്കൃതം പഠിച്ച എല്ലാവരും ഏതെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. മിക്കവരും കോളേജ് അധ്യാപകരാണ്. അതുകൂടാതെ തന്നെ പലരും സംസ്കൃത ഇതരമായ ക്ഷേത്രങ്ങളിലും ഇഷ്ടം പോലെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ നോളേജ് സിസ്റ്റം അത് പ്രചരിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഏത് സ്ഥലത്ത് പോയാലും ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്ന് വെച്ചാൽ ഭാരതീയമായ 18 വിദ്യാസ്ഥാനങ്ങളെ 14, 16, 18 അങ്ങനെ പലതരത്തിലും പറയുന്നുണ്ട്. അതിൽ എടുക്കുന്ന ഗ്രന്ഥങ്ങളനുസരിച്ചാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃതത്തിലാണ്. അപ്പോൾ ഇന്ത്യൻ നോളേജ് സിസ്റ്റം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ എല്ലാ സ്ഥലത്തും സംസ്കൃതം അനിവാര്യമായിരിക്കുകയാണ്. അതുകൊണ്ട് സംസ്കൃതം പഠിച്ചാൽ ജോലി കിട്ടില്ല എന്ന് പറയുന്ന ധാരണ വെറുതെയാണ്. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ സംസ്കൃതം പഠിച്ച് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സംസ്കൃതം പഠിക്കുന്നവരാരും വെറുതെ ഇരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയം സായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.